ഞാൻ എന്നെ തീണ്ടൽ ജാതിയായി പോയാ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിട്ടത്. വേറെ ഒരു മുസ്ലിമിനൊക്കെ എത്തിയാൽ പറയും ഞാൻ ചോട്ടെ തങ്ങളുടെ വണ്ടിയിൽ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിന് എന്നെ തലയിൽ കയറിയാൽ മതിയാ. ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്നു കുറ്റം പറഞ്ഞാൽ മതിയാ. കാറിൽ കയറി എന്തൊരു കുറ്റം! എത്ര നേതാക്കന്മാർ കണ്ട പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് പോയിട്ട് ആരും കണ്ടിട്ടില്ലേ? അതൊക്കെ എത്രയോ പേര് എഴുത്തൊക്കെ എഴുതിയാണ്. എന്നിട്ടൊന്നൊരു ഭരണം ചലിച്ചില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഞാൻ 50 കൊല്ലമായി ബെൻസുകാർ കിടക്കണവനാണ്. ഇപ്പം തന്നെ നമുക്ക് എത്ര കാറിൻ്റെ അവിടെ കിടപ്പുണ്ടെന്ന്. ഈ മുഖ്യമന്ത്രി നടക്കുന്നേക്കാൾ വലിയ വണ്ടിയില്ല ഇപ്പോഴും നടക്കുക. കാരണം വേറൊന്നുകൊണ്ടല്ല, പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടല്ല. ഞാൻ അതുപോലെ ഓടി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓടാൻ പറ്റുന്ന നല്ലൊരു വണ്ടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല വണ്ടി സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം സഞ്ചരിച്ചിട്ടും ഞാൻ സഞ്ചരിച്ചനുസരിച്ച് ഒരു വണ്ടി തന്നെ 7 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച വണ്ടിയാണ് അവിടെ ബെൻസ്. ഇന്ത്യയിൽ ബെൻസ് ഇറക്കുമതി ചെയ്തപ്പോൾ ആദ്യം എടുത്ത വണ്ടി അതിപ്പോൾ 28 കൊല്ലമായിട്ടുണ്ട്. ആ വണ്ടി മാത്രം 7 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7 ലക്ഷം കിലോമീറ്റർ ഓടിയ ഞാൻ റോഡിൽ കൂടി സഞ്ചരിച്ചിടത്തോളം കേരളത്തിൽ ആരും സഞ്ചരിച്ചാൽ തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാം. കാരണം എൻ്റെ തൊഴിലും അങ്ങനെയായിരുന്നു, റെയിൽവേയിലായിരുന്നു. ഓട്ടോ അല്ലേ, മംഗലാപുരം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ട്രെയിൻ കിട്ടിയേ പോകും. മധുരാണെങ്കിൽ ഇവിടുന്ന് ഓടും. ഇങ്ങനെ എൻ്റെ തൊഴിൽ ഇങ്ങനെ ഓട്ടോ ആയിരുന്നുകൊണ്ട് ഓടും. പിന്നെ സങ്കടം വന്നപ്പോൾ ഞാൻ നിലത്തുനിന്നില്ല, ഞാൻ നല്ലപോലെ ഓടി, റോഡേ സഞ്ചരിച്ച്. എനിക്ക് പ്ലെയിനിൽ പോയി പ്രവർത്തകരെ കാണാൻ വെക്കുന്ന ഒരു സ്ഥിതിയിലല്ല എൻ്റെ പ്രവർത്തന മണ്ഡലം. അങ്ങനെ ഞാൻ ഓടി. അപ്പോൾ ഇത്ര മഹാഭാവൻ ഞാൻ എന്നെ തീണ്ടൽ ജാതിയായി പോയാ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിട്ടത്. വേറെ ഒരു മുസ്ലിമിനൊക്കെ എത്തിയാൽ പറയും ഞാൻ ചോട്ടെ തങ്ങളുടെ വണ്ടിയിൽ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തങ്ങളുണ്ടല്ലോ, അവരുടെ ആത്മീയ നേതാവ്. ആ ആത്മീയ നേതാവിൻ്റെ വണ്ടിയുടെ അകത്ത് ഒരു മുസ്ലിം അല്ലാത്ത എത്ര പേരെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരോപണത്തിന് വേണ്ടി ഇതുപോലെ തറ പറയരുത്. തറ പറയുമ്പോൾ അതിനേക്കാൾ വലിയ തറ പറയാൻ ഞങ്ങളുടെ ആളുകൾ നല്ലപോലെ അറിയാം. അതുപോലെ ഈ ചെറിയ കാര്യങ്ങളും അല്പകാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ ഈ മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ കുത്തിയിറങ്ങരുത്. അത് ഏറ്റെടുത്ത് പറയാൻ കുറേ മാധ്യമങ്ങളുണ്ട്. നിങ്ങളെന്തൊരു കഷ്ടമാണ് പറയണത്. ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി കിടക്കുന്ന ഓഫീസിൽ വരുന്ന നിങ്ങളൊക്കെ മീഡിയകളാണല്ല. മുഖ്യമന്ത്രി ഞാൻ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് 10 കൊല്ലമായുള്ള ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്. ആകെ 2 പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്കൊരു കാര്യമില്ല മിസ്റ്ററെ. ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഇഷ്ടമാണ്. പിന്നെ കോൺഗ്രസ് ഗതികേടെ നിൻ്റെ പേരോ കോൺഗ്രസ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അവസാന മുഹൂർത്തത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഴയ KPCC പ്രസിഡൻ്റായ സുധാകരൻ കൂടെ എനിക്കിട്ട് കുത്തി. അയാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയ പണിയല്ല ഇത്. KPCC പ്രസിഡൻറ്റ് അവിടെ ഇരുന്നുകൊണ്ട് കിടന്ന പണിയല്ല ഇങ്ങോട്ട് വന്നാൽ. ഇവിടെ ബാക്കിയെല്ലാം കൂടെ തന്നെ തുളയ്ക്കും. അതൊക്കെ തന്നെ നോക്കിക്കൊള്ളാം. അവതാരം എങ്ങനെ ഇരിക്കണം? വഴിയാധാരമായില്ലേ? അദ്ദേഹം എനിക്കിട്ട് കുത്തി. മതസൗഹാർദ്ദത്തെ ഞാനും ഈ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, മുസ്ലിം ലീഗിൻ്റെ പവർ നിങ്ങൾ കണ്ട അവർക്ക് അഭിനന്ദനം, അവർക്ക് വേണ്ടി ഒന്ന് വീരശ്രദ്ധകൾ കൊടുക്കണം. കാരണം ഈ പറയുന്ന കോൺഗ്രസ്സുകാരനായ എല്ലാവരും കൊണ്ടും എനിക്കെതിരെ പറയിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.